ഹലോ മക്കളെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് തെർമോ കെമിസ്ട്രി എന്നുള്ളൊരു പാർട്ടാണ്. തെർമോ കെമിസ്ട്രി എന്താ? തെർമോ കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി തെർമോ കെമിസ്ട്രി ഈസ് എ ബ്രാഞ്ച് ഓഫ് കെമിക്കൽ തെർമോഡൈനാമിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് ദ ഹീറ്റ് ചേഞ്ച് അക്കംപൈനിങ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ. ഹീറ്റ് ചേഞ്ച് നമ്മളിവിടെ സ്റ്റഡി ചെയ്യുന്ന തെർമോ കെമിസ്ട്രിയിൽ ആ പേര് പോലെ തന്നെ വിച്ച് ഈസ് റിലേറ്റഡ് ടു തെർമോ മീൻസ് റിലേറ്റഡ് ടു ഹീറ്റ്. ഇവിടെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് ഹീറ്റ് ചേഞ്ചസ്, ഓരോ ഫിസിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ കെമിക്കൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുമ്പോൾ ഒരു സബ്സ്റ്റൻസിലെ നടക്കുമ്പോൾ അതിനകത്ത് വരുന്ന ഹീറ്റ് ചേഞ്ചസിനെ പറ്റി നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ആ ഒരു ബ്രാഞ്ച് ഓഫ് തെർമോഡൈനാമിക് കെമിസ്ട്രിയാണ് നമ്മൾ തെർമോ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വാട്ടർ എടുത്തു കഴിഞ്ഞാൽ ആ വാട്ടറിലെ നമ്മൾ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെന്താവും, അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും. അപ്പോൾ അത് ലിക്വിഡ് ഗ്യാസസിലേക്ക് മാറും. അപ്പോൾ ഇതിനെ പറ്റിയുള്ള സ്റ്റഡി, ആ ഹീറ്റ് ചേഞ്ചസ്, എത്ര ഹീറ്റ് കൊടുത്തു, അപ്പം ദാൻ അക്കംപൈനിങ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ വി കോൾഡ് ഇറ്റ് ആസ് തെർമോ കെമിസ്ട്രി. ഈ തെർമോ കെമിസ്ട്രിയുടെ പ്രിൻസിപ്പിൾ വിച്ച് ഈസ് ബേസിക്കലി റിലേറ്റഡ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഈ ഹീറ്റ് നമ്മൾ സാധാരണ കേസിലൂടെ ഹീറ്റ് ചേഞ്ച് നമുക്കറിയാം. ഹീറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹീറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് Q എന്ന സിമ്പിൾ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഹീറ്റ് അബ്സോർബ്ഡ് ഓർ ഇവോൾവ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഈസ് ജനറലി മെഷേർഡ് യൂസിങ് കലോറിമെട്രിക്കലി ആൻഡ് ഇറ്റ് ഈസ് കോമൺലി കോൾഡ് ആസ് ഹീറ്റ് ഓഫ് റിയാക്ഷൻ. ഓക്കെ, Q ഈസ് മെഷേർഡ് ജനറലി ബൈ calorimetrically and we called it as heat of reaction. ഈ ഹീറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ് അപ്പോൺ സ്റ്റേറ്റ് ഓഫ് ദ സബ്സ്റ്റൻസസ്, ടെമ്പറേച്ചർ, അതേപോലെ തന്നെ ദ റിയാക്ഷൻസ് വെദർ ക്യാരിഡ് ഔട്ട് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ഓർ ഇറ്റ്സ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആൻഡ് നമ്പർ ഓഫ് ഗ്യാഷ്യസ് മോളിക്യൂൾസ് ഇൻവോൾവ്ഡ് ഇൻ ദ റിയാക്ഷൻ. ഈ 4 കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഹീറ്റ് ഓഫ് റിയാക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ഈ ഹീറ്റ് ഓഫ് റിയാക്ഷനെ നമ്മൾ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് വെച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, വെൻ ഹീറ്റ് ഓഫ് റിയാക്ഷൻ നമ്മൾ ഫസ്റ്റ് ലോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു ആ സാധനം. വെൻ ഹീറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് എക്സ്പ്രസ്ഡ്, ദാറ്റ് ഈസ് ദ ഹീറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ internal energy delta U if the reaction occurs at constant volume. റിയാക്ഷൻ കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണെങ്കിൽ നമുക്ക് ഹീറ്റ് ചേഞ്ചിനെ ഡെൽറ്റ യു എന്ന് എഴുതാം, ദാറ്റ് ഈസ് ഓർ QV അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഹീറ്റ് ചേഞ്ചസിനെ നമുക്ക് ഇൻറ്റേർണൽ എനർജിയുടെ ടേംസിൽ ഹീറ്റ് ചേഞ്ചസ് QV ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു എന്ന് എഴുതാം. എപ്പോഴാണ് എഴുതേണ്ടത്? ഇഫ് ദ റിയാക്ഷൻ ഈസ് ഒക്കേഴ്സ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം, അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഹീറ്റ് ചേഞ്ചസിനെ നമുക്ക് എഴുതാം എങ്ങനെ? ഡെൽറ്റ എച്ച്, ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്ന് നമുക്ക് എഴുതാം. ഹീറ്റ് ചേഞ്ചസിനെ നമുക്ക് ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്ന് എഴുതാം. എപ്പോഴാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്? വെൻ ദ റിയാക്ഷൻ ഈസ് ഒക്കേഴ്സ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറിലായിരിക്കുമ്പോഴാണ് നമുക്കതിനെ എന്താക്കി എഴുതാൻ പറ്റുന്നത്? ഡെൽറ്റ എച്ച് എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റുന്നത്. ഇത് രണ്ടും നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി നമുക്കിവിടെ തെർമോഡൈനാമിക്കലി നമ്മൾ എങ്ങനെയാണ് ഇതിനെ നൊട്ടേറ്റ് ചെയ്യുന്നത്? ഹീറ്റ് ഓഫ് റിയാക്ഷനെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത്? ഹീറ്റ് ഓഫ് റിയാക്ഷൻ നമ്മൾ തെർമോഡൈനാമിക്കലി നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത് ഈ ഒരു രൂപത്തിലാണ്. എൻതാൽപ്പി, അതായത് ഇൻറ്റേർണൽ ഹീറ്റ് ഓഫ് റിയാക്ഷൻ അറ്റ് ഹീറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഹീറ്റ് ഓഫ് റിയാക്ഷൻ അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം, ദാറ്റ് ഈസ് ഡെൽറ്റ RU എന്ന് എഴുതും. ഇത് വായിക്കുന്നത് ഡെൽറ്റ RU എന്ന് എഴുതിയ ഈ ഒരു ഇത് വായിക്കേണ്ടത് ഹീറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇൻറ്റേർണൽ എനർജി അല്ലെങ്കിൽ ദ റിലേറ്റീവ് ഹീറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇൻറ്റേർണൽ എനർജി. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കെന്ത് പറയാം? ഹീറ്റ് ഓഫ് റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് കോൺസ്റ്റൻറ്റ് വോളിയം ഇത് പറയാം. ഇനി കോൺസ്റ്റൻറ്റ് പ്രഷറിലേക്കാണെങ്കിൽ നമ്മൾ ആ ഹീറ്റ് ഓഫ് റിയാക്ഷൻ നമ്മൾ എങ്ങനെ എഴുതും? ഡെൽറ്റ HR. ഓക്കെ, ഡെൽറ്റ HR എന്ന് എഴുതും. ഓക്കെ, ഇതാണ് എൻ്റെ തെർമോ കെമിക്കൽ നൊട്ടേഷൻ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ജനറലായിട്ട് നമുക്ക് എഴുതാം ഡെൽറ്റ HR, ദറ്റ് ഈസ് ഹീറ്റ് ഓഫ് റിയാക്ഷൻസ് ഓഫ് എൻതാൽപ്പി ചേഞ്ച്, ദറ്റ് ഈസ് ഈക്വൽ ടു ഹീറ്റ് ഓഫ് internal energy, heat of reaction of internal energy change plus delta NGRT.
What is Ng, delta Ng? Ng is the change in number of gaseous moles of product and reactant at a temperature T Kelvin. അപ്പോൾ നമുക്ക് എഴുതാം. നമ്മൾ പഠിച്ചു ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു എൻ ഡെൽറ്റ യു പ്ലസ് എൻ ആർ ടി എന്ന് പഠിച്ചില്ലേ? അത് തന്നെയാണ് ഈ ഇക്വേഷൻ. ഓക്കെ. ഇനി രണ്ട് ടൈപ്പിലുള്ള റിയാക്ഷനാണ് നമുക്ക് ഉള്ളത്. പിന്നെ തെർമോ കെമിസ്ട്രിയിൽ പ്രധാനമായിട്ടും രണ്ട് ടൈപ്പിലുണ്ടാവുക. ഒന്നുകിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഹീറ്റ് എന്ത് ചെയ്യാം, ഇവോൾവ് ചെയ്യാം. ഇവിടുന്ന് സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് റിമൂവ് ചെയ്ത് പോവാം. ഈ രണ്ട് കേസസ് ഉള്ളത്. ഒന്നുകിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഹീറ്റ് ഇവോൾവ് ചെയ്ത് പോവാം, റിമൂവ് ചെയ്ത് പോവാം. അപ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ കോമൺ ആയിട്ട് പറയും, പിന്നെ ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ പ്രോസസ്സിനെ നമ്മൾ എൻഡോതെർമിക് പ്രോസസ്സ് എന്ന് വിളിക്കും. ഇതാണ് ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ എൻഡോതെർമിക്. ശരിയല്ലേ? നമ്മൾ അബ്സോർബ് ചെയ്ത പ്രോസസ്സിനെയാണ് എൻഡോതെർമിക് പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഹീറ്റ് ഇവോൾവ് ചെയ്യുകയാണെങ്കിൽ വി കോൾഡ് ഇറ്റ് ആസ് എക്സോതെർമിക്. എന്താ നമ്മൾ വിളിക്കുക? എക്സോതെർമിക്. അപ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എൻഡോതെർമിക് എന്നും ഹീറ്റ് ഇവോൾവ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എക്സോതെർമിക് എന്നും ആണ് നമ്മൾ പറയുക. അപ്പോൾ ഇവിടെ ഹീറ്റ് അബ്സോർബ് ചെയ്ത ഈ എൻഡോതെർമിക് പ്രോസസ്സിനെ നമ്മൾ ഈ കേസിൽ എൻഡോതെർമിക്കിൻ്റെ കേസിൽ എൻതാൽപ്പി ഓഫ് പ്രോഡക്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻറ്റ്. എൻതാൽപ്പി ഓഫ് പ്രോഡക്റ്റ് ഈ കേസിൽ എൻതാൽപ്പി ഓഫ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻറ്റ് ആയിരിക്കും. ഇനി അത് മാത്രമല്ല, ഈ കേസിൽ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ ഇത് പോസിറ്റീവായിരിക്കും. എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ഡെൽറ്റ എച്ച് പോസിറ്റീവായിരിക്കും. കാരണം പ്രൊഡക്റ്റിനാണ് എൻതാൽപ്പി കൂടുതലുള്ളത് റിയാക്റ്റിനേക്കാൾ. അപ്പോൾ ഡെൽറ്റ എച്ച് വാല്യൂ ചേഞ്ച് ഇൻ റിയാക്റ്റൻ മൈനസ് പ്രൊഡക്റ്റ് എഴുതി കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുക. ഈ എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻതാൽപ്പി ഓഫ് സിസ്റ്റം അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് പ്രോഡക്റ്റ് ഈസ് ലെസ് ദാൻ ദ എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻ്റ് ആയിരിക്കും. എൻതാൽപ്പി ഓഫ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ലെസ് ദാൻ എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻ്റ് എന്നായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇതിൻ്റെ ചേഞ്ച് എടുത്തു കഴിഞ്ഞാൽ എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻ മൈനസ് എൻതാൽപ്പി ഓഫ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. സോ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും ഈ കേസിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി നമുക്കൊരു എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എൻഡോതെർമിക് റിയാക്ഷൻ നമുക്കൊരു എക്സാമ്പിൾ നമ്മൾ നോക്കിയാൽ എൻഡോതെർമിക്കിൽ നമുക്ക് നൈട്രജനും ഓക്സിജനും കൂടി ചേർന്ന് കമ്പസ്റ്റൻ റിയാക്ഷൻ ഓഫ് നൈട്രജൻ ടു ഫോം നൈട്രിക് ഓക്സൈഡ്. ഈ ഒരു കേസിലാണെങ്കിൽ നൈട്രജൻ ഗ്യാസ് ആയിട്ടുള്ള നൈട്രജൻ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അങ്ങനെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എൻഡോതെർമിക്. അത് കുറച്ച് ഹീറ്റ് നമ്മൾ കൊടുക്കണം. എന്നാൽ മാത്രം എന്താവുള്ളൂ? റിയാക്ഷൻ നടക്കുകയുള്ളൂ. സോ 2NO നൈട്രജൻ്റെ ഓക്സൈഡ് ഫോം ചെയ്യും, ഗ്യാഷ്യസ് ആയിട്ടുള്ള നൈട്രജൻ്റെ ഓക്സൈഡ്. ഈ കേസിൽ ഡെൽറ്റ എച്ച് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് 180.5 കിലോ ജൂൾ ആയിരിക്കും. ഇനി ഒരു എക്സോതെർമിക് റിയാക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു എക്സോതെർമിക്കിന് നമ്മളൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സോതെർമിക് റിയാക്ഷൻ നമ്മളെ ഗ്രാഫൈറ്റില്ലേ, കാർബൺ ഗ്രാഫൈറ്റ്, ഗ്യാസ് അല്ലത് ഗ്രാഫൈറ്റ് ആണ്. കാർബൺ ഗ്രാഫൈറ്റ് റിയാക്ട് വിത്ത് ഓക്സിജൻ ഗ്യാസ് ടു ഫോം carbon dioxide gas. Here in this example enthalpy change is equal to minus 393.5 kilojoule. 393.5 kilojoule, 93.5 kilojoule ട്ടാ, 393 FM അല്ലേ, 393.5 kilojoule. അപ്പം ഇതാണ് വരുന്നത്. അപ്പം നിങ്ങൾ ഈ വാല്യൂസ് ഈ വരുന്ന വാല്യൂസ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. നമുക്കത് വാല്യൂസ് മീൻസ് ഈ 2-3 എക്സാമ്പിൾ നിങ്ങൾ ഇതിൻ്റെയൊക്കെ പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ എക്സാമ്പിളും എഴുതണം. 2 മാർക്കിൻ്റെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എക്സാമ്പിൾ എഴുതിയിട്ടേക്കണം. ഓക്കെ, എക്സോതെർമിക് എൻഡോതെർമിക് ചോദിക്കുകയാണെങ്കിൽ എന്താണെന്ന് എഴുതിയിട്ട് ഈ പറഞ്ഞ പോയിൻ്റ് 3 എഴുതിയിടുക. അതിൻ്റെ റിയാക്റ്റൻറ്റിനേക്കാൾ പ്രൊഡക്റ്റിന് എൻതാൽപ്പി ചേഞ്ച് വളരെ കൂടുതലാണ് എൻഡോതെർമിക്കിൽ. ഡെൽറ്റ എച്ച് വാല്യൂ പോസിറ്റീവാണ്. എക്സാമ്പിൾ എഴുതുമ്പോൾ ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. എന്താണത് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്. നമ്മളിനി അടുത്ത വിളിക്കുന്നത് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ആണ് പറയുന്നത്. ഈ എൻതാൽപ്പി ചേഞ്ചിൻ്റെ അല്ലെങ്കിൽ എൻട്രോപ്പി ചേഞ്ചുകളുടെയൊക്കെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്സ് എ സ്പെസിഫിക് ടെമ്പറേച്ചർ ഈസ് ഇറ്റ്സ് പ്യുവർ ഫോം അറ്റ് 1 bar പ്രഷർ. 1 bar പ്രഷറിൽ ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിൽ ഒരു
ഒരു സബ്സ്റ്റൻസ്, നമ്മളെടുക്കുന്ന സബ്സ്റ്റൻസിൻ്റെ ആ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ അറ്റ് 25 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആൻഡ് 1 bar pressure the water is exist in liquid form. Okay, this is the standard state of water. അപ്പം സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് സ്റ്റേബിൾ ഫിസിക്കൽ സ്റ്റേറ്റ് അറ്റ് സ്പെസിഫിക് ടെമ്പറേച്ചർ എന്നും പറയും നമുക്ക് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. പക്ഷേ മോസ്റ്റ് സ്റ്റേബിൾ ഫിസിക്കൽ സ്റ്റേറ്റ് അറ്റ് ദ സ്പെസിഫിക് ടെമ്പറേച്ചർ. അപ്പോൾ ഈ ഒരു കേസിൽ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഓഫ് വാട്ടർ അറ്റ് 25 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആൻഡ് 1 bar pressure ഈസ് ലിക്വിഡ്, വെറാസ് ഇൻ ദ ടെമ്പറേച്ചർ എബോവ് 100 ഡിഗ്രി ആൻഡ് 1 bar pressure ദ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഓഫ് വാട്ടർ ഈസ് ഗ്യാസ്. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഓഫ് എൻതാൽപ്പി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ സ്റ്റേറ്റ് നമ്മളെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? അത് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഹീറ്റ് ചേഞ്ച് റിയാക്ഷൻ എഴുതിയിട്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകിൽ ഇതിൻ്റെ സൂപ്പർ സ്ക്രിപ്റ്റായിട്ട് നമുക്കൊരു ഡിഗ്രി എഴുതുന്ന പോലെ സൂപ്പർ സ്ക്രിപ്റ്റായിട്ട് നമുക്ക് കൊടുക്കാം. ΔRH0 ഏത് പാരാമീറ്റർ ആണെങ്കിൽ ΔU0 സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച്, സ്റ്റാൻഡേർഡ് ഇൻറ്റേർണൽ എനർജി ചേഞ്ച്, ΔH0 സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച്, ΔG0 സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച്, ഇങ്ങനെയൊക്കെ വരും അത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ D0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഡിഗ്രി സൈൻ അല്ലെങ്കിൽ സൂപ്പർ സ്ക്രിപ്റ്റായിട്ടൊരു 0 കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സൂപ്പർ സ്ക്രിപ്റ്റായിട്ട് പ്ലിംസോൾ മാർക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 0 എഴുതിയിട്ടൊരു ഒരു ബാർ അതിൻ്റെ മുകളിൽ കൊടുക്കുക. ഈ മാർക്കിനെയാണ് നമ്മൾ പ്ലിംസോൾ മാർക്ക് എന്ന് വിളിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ സൂപ്പർ സ്ക്രിപ്റ്റിലൊരു മൈനസ് ഇട്ടിട്ടൊരു സർക്കിൾ വരച്ചാൽ മതി. ഇങ്ങനെ മുകളിൽ മൈനസ് ഇട്ടൊരു സർക്കിൾ വരച്ച് ഇങ്ങനത്തെ എല്ലാം സൈൻ നമുക്ക് കൊടുക്കാം, ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് എന്ത് വിളിക്കും? സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്നാണ്. നമ്മൾ അങ്ങനത്തെ ഒരു സൂപ്പർ സ്ക്രിപ്റ്റായിട്ട് നമ്മൾ 0 ഇട്ട് കഴിഞ്ഞാൽ, ഡിഗ്രി ഇട്ട് കഴിഞ്ഞാൽ നമ്മളതിനെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്നാണ് നമ്മളതിനെ പറയുക. ഓക്കെ, നെക്സ്റ്റ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ നമുക്കറിയാം. എൻതാൽപ്പി ഓഫ് റിയാക്ഷനെ നമ്മൾ ജനറലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് എൻതാൽപ്പി ΔH ഓഫ് റിയാക്ഷൻ ആർ. ΔHR എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഈസ് ഡിഫൈൻഡ് ആസ് the enthalpy change produced in the reaction when molar quantity of reactant and product are same as those shown in the stoichiometric equations for the reaction. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. അതായത് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ A+B ഗീവ്സ് പ്രൊഡക്റ്റ് എന്ന് എഴുതാണ്. നമ്മളിപ്പോൾ എഴുതുന്നത് A+B ഗീവ്സ് C+D എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് എഴുതുകയാണെങ്കിൽ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എൻതാൽപ്പി ഓഫ് പ്രോഡക്റ്റ് മൈനസ് ടോട്ടൽ എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻറ്റ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. സോ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എൻതാൽപ്പി ഓഫ് പ്രോഡക്റ്റ് മൈനസ്, അതായത് സിയുടെയും പ്രോഡക്റ്റ് C+D രണ്ട് സബ്സ്റ്റൻസ് പോകുന്നുണ്ട്, ഈ രണ്ടെണ്ണത്തിൻ്റെയും ടോട്ടൽ എൻതാൽപ്പി ഓഫ് പ്രോഡക്റ്റ് മൈനസ് ടോട്ടൽ എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻറ്റ് എയും ബിയും ടോട്ടൽ എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻറ്റ്. ഇത് രണ്ടിൻ്റെയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന മൈനസ് ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആണ് നമ്മൾ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്തായിരിക്കും മക്കളെ? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി എന്ത് മാറ്റാൻ വരിക? സ്റ്റാൻഡേർഡ് എൻതാൽപ്പിക്ക് ഇവിടെ ഒരു 0 വരും. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് അല്ലെങ്കിൽ ടോട്ടൽ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് പ്രോഡക്റ്റ് മൈനസ് ടോട്ടൽ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻറ്റ്. അത്രയും മാറ്റേ വരുള്ളൂ. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ ഇക്വേഷൻ ഈ ഒരു ഫോമിൽ വിചാരിക്കുക. AA + BB ഗീവ്സ് CC + DD
സി സി പ്ലസ് ഡി ഡി. ഇതിനകത്തൊരു സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ എ മോൾസ് ഓഫ് എ റിയാക്റ്റഡ് വിത്ത് ബി മോൾസ് ഓഫ് ബി, അല്ലെങ്കിൽ ഇറ്റ് ഗീവ്സ് ദ പ്രോഡക്റ്റ് ഓഫ് സി മോൾസ് ഓഫ് സി ആൻഡ് ഡി മോൾസ് ഓഫ് ഡി നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ നമ്പർ ഓഫ് മോൾസും കൂടി ഉള്ള കേസാണെങ്കിൽ നമ്മളതിൻ്റെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ നമ്മൾ പറയാൻ പോകുന്നത്, ഇതിൻ്റെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് ആർ, എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു സമേഷൻ ഓഫ് ഐ മീൻസ് ith കോൺസ്റ്റുവൻറ്റ്. അപ്പം ഇത് പിന്നെ പ്രൊഡക്റ്റ് C1 C2 C3 D1 D2 D3 അങ്ങനെ നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ സമേഷൻ AIHM ഓഫ് പ്രോഡക്റ്റ് മൈനസ് സമേഷൻ IBIHM ഓഫ് റിയാക്റ്റൻറ്റ്. ഓക്കെ, വേർ AI ആൻഡ് BI എന്നൊക്കെ പറയുന്നത് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് ഓഫ് പ്രോഡക്റ്റ് ആൻഡ് റിയാക്റ്റൻറ്റ്. AI ഈസ് ദ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് ഓഫ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ C, സ്മോൾ ലെറ്റർ D, സ്മോൾ ലെറ്റർ E എന്താണോ ഉള്ളത് അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി സമ്മാണ് AI എന്ന് പറയുന്നത്. BI എന്ന് പറഞ്ഞാൽ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് ഓഫ് ദ റിയാക്റ്റൻറ്റ്, ഈ സ്മോൾ ലെറ്റർ A, സ്മോൾ ലെറ്റർ B എന്നൊക്കെ പറയുന്നതിൻ്റെ സമ്മാണ്. ഇനി പിന്നെ HM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് മോളാർ എൻതാൽപ്പി. ഇറ്റ്സ് കോൾഡ് വാട്ട്? HM ഈസ് ദ മോളാർ എൻതാൽപ്പി ഓഫ് എ റിയാക്റ്റൻ്റ് ആൻഡ് പ്രോഡക്റ്റ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ഒരു എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കുക. നമുക്കൊരു എക്സാമ്പിൾ എഴുതി നോക്കാം, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കാം. മീഥൈൻ CH4 ഗ്യാസ് പ്ലസ് 2 ഓക്സിജൻ ഗ്യാസ് ഗീവ്സ് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് പ്ലസ് 2 വാട്ടർ ലിക്വിഡ്. നമുക്കറിയാം ഇതെന്താണ്? കമ്പസ്റ്റൻ റിയാക്ഷനാണ് അല്ലേ? മീഥൈൻ്റെ കമ്പസ്റ്റനാണ്. അപ്പോൾ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച് ആർ, ദാറ്റ് ഈസ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു ദാറ്റ് ഈസ് ഈക്വൽ ടു സമേഷൻ ഓഫ് IAIHM. HM എന്ന് പറഞ്ഞാൽ മോളാർ എൻതാൽപ്പി ഓഫ് പ്രോഡക്റ്റ് മൈനസ് സിഗ്മ IBIHM മോളാർ എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻറ്റ്. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ഇവിടെ നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാം മോനെ? ഈ ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് HM മോളാർ എൻതാൽപ്പി ഓഫ് പ്രോഡക്റ്റ്. ഏതൊക്കെയാണ് പ്രോഡക്റ്റ്? കാർബൺ ഡയോക്സൈഡ് ഗ്യാസ്, മോളാർ എൻതാൽപ്പി ഓഫ് പ്രോഡക്റ്റ് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് പ്ലസ് ഇനിയോ 2 മോളിക്യൂൾസ് ഓഫ് വാട്ടർ ഫോം ചെയ്ത്. അപ്പോൾ 2 അത് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻറ്റ് 2 ഇൻറ്റു മോളാർ എൻതാൽപ്പി ഓഫ് വാട്ടർ ലിക്വിഡ് മൈനസ്, സോ ഇതാണ് മോളാർ എൻതാൽപ്പി ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. മൈനസ് ഇനി നമ്മൾ എന്ത് എഴുതണം? ടോട്ടൽ എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻറ്റിൻ്റെ എഴുതണം. അപ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ എഴുതുമ്പം റിയാക്റ്റൻ്റായിട്ട് നമുക്ക് ആരൊക്കെയുള്ളത് ഇവിടെ? റിയാക്റ്റൻ്റായിട്ട് ഇതൊന്നും വായിക്കാൻ കേട്ടോ. റിയാക്റ്റൻ്റ് മൈനസ് മുകളിലേക്ക് എഴുതുന്നുണ്ട് സാറേ, ബോർഡ് മേലെ മുകളിലേക്ക് എഴുതുന്നു. അപ്പോൾ റിയാക്റ്റൻ്റായിട്ട് നമ്മൾ എഴുതുമ്പം നമുക്കിവിടെ ഉള്ളത് മോളാർ എൻതാൽപ്പി ഓഫ് CH4. എത്ര മോളിക്യൂൾ? 1 മോളിക്യൂൾ. സോ CH4 ഗ്യാസ് പ്ലസ് 2 മോളിക്യൂൾ ഓക്സിജൻ അവിടെ നമുക്ക് ഉണ്ട്. സോ 2 ഇൻറ്റു മോളാർ എൻതാൽപ്പി ഓഫ് ഓക്സിജൻ ഗ്യാസ്. ഓക്കെ, ഇതിൻ്റെ മൈനസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? മോളാർ എൻതാൽപ്പി ഓഫ് അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് തെർമോ കെമിക്കൽ ഇക്വേഷൻസ്. തെർമോ കെമിസ്ട്രിയിൽ നമ്മൾ എന്ത് ചെയ്യും? തെർമോ കെമിക്കൽ ഇക്വേഷൻസ് എഴുതും ഒരു റിയാക്ഷൻ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് തെർമോ കെമിക്കൽ ഇക്വേഷൻ എഴുതുമ്പോൾ സാധാരണ നമ്മൾ എഴുതുമ്പം A + B ഗീവ്സ് C + D നമ്മളിങ്ങനെ എഴുതും, അല്ലെങ്കിൽ A + B ഗീവ്സ് C + D അങ്ങനെയൊക്കെ നമ്മൾ എഴുതും. ഓക്കെ, അപ്പം പക്ഷേ തെർമോ കെമിക്കൽ ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറച്ച് പോയിൻറ്റുകളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട. ഒരു ഇക്വേഷൻ എഴുതുമ്പം നമ്മളതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ്, ഓരോ സബ്സ്റ്റൻസിൻ്റെയും ഫിസിക്കൽ സ്റ്റേറ്റ് വി ഷുഡ് മെൻഷൻ ഇൻ ദയർ ഇക്വേഷൻ. ഓക്കെ, ഫിസിക്കൽ സ്റ്റേറ്റ് മെഷർ ചെയ്യണം. നമ്മളിപ്പോൾ എഴുതുമ്പം H2, അപ്പോൾ H2 എഴുതാണ്. H2 ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഗ്യാസാണ്. H2 ഗ്യാസ് പ്ലസ് O2 ഓക്സിജൻ ഗ്യാസ്, H2 ഗ്യാസ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റേറ്റ് എഴുതി കൊടുക്കണം, ഏത് സ്റ്റേറ്റിലുള്ളത്. സോ ഇതാണ് തെർമോ കെമിസ്ട്രി. ഹൈഡ്രജൻ ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്ത് വാട്ടർ H2O ഫോം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെയും എന്തെഴുതും? ഫിസിക്കൽ സ്റ്റേറ്റ് എഴുതും. ഗ്യാസ് അല്ല, ലിക്വിഡ്.
അല്ലേ? വാട്ടർ ലിക്വിഡ് അല്ലേ നോർമൽ സ്റ്റേറ്റിൽ, അപ്പോൾ ലിക്വിഡ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇത് എഴുതി, അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്തു. രണ്ടാമത്തെ കാര്യം, ഇത് ബാലൻസ്ഡ് ആണോ നോക്കുക, ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ. റിയാക്റ്റൻറ്റിൽ 2 ഹൈഡ്രജൻ, പ്രൊഡക്റ്റിൽ 2 ഹൈഡ്രജൻ. റിയാക്റ്റൻറ്റിൽ 2 ഓക്സിജൻ, പ്രൊഡക്റ്റിൽ 1 ഓക്സിജൻ ഉള്ളൂ, അപ്പം ബാലൻസ്ഡ് അല്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ബാലൻസ് ചെയ്യണം. മറ്റൊന്ന്, എലമെൻറ്റ് അലോട്രോപ്പിയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അലോട്രോപ്പിക് വെറൈറ്റി എന്ന് നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്ത് നമ്മൾ എഴുതി കാണിക്കണം. ഇതിൻ്റെ താഴെ അല്ലോട്രോപ്സ് എന്ന് എഴുതി കാണിക്കണം. ഓക്കെ, അപ്പോൾ കാർബൺ ഗ്രാഫൈറ്റ് ആണെങ്കിൽ സി ഗ്രാഫൈറ്റ്, കാർബൺ ഡയമണ്ട് ആണെങ്കിൽ സി ഡയമണ്ട്, അങ്ങനെ നമ്മൾ എഴുതി കാണിക്കണം. ഓക്കെ, അത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് ബാലൻസും കൂടി ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പം 2H2 എന്ന് പറഞ്ഞാൽ 2 moles ഓഫ് ഹൈഡ്രജൻ, നമ്മൾ പറയുന്നത് 2 moles ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് റിയാക്ട് വിത്ത് 1 moles ഓഫ് ഓക്സിജൻ ഗ്യാസ് to yield 2 moles of water liquid. And here delta enthalpy change of reaction, that is delta RH is equal to minus 571.6 kilojoule. ഈ മൈനസ് വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദ എക്സോതെർമിക് നേച്ചർ ഓഫ് റിയാക്ഷൻ. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത് തെർമോഡൈനാമിക് ഇക്വേഷൻ. നമ്മളിങ്ങനെയാണ് ഒരു തെർമോഡൈനാമിക് ഇക്വേഷൻ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി എൻ്റെ ചോദ്യം, ഇതിന് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ നമ്മളാക്കുമ്പം എങ്ങനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തതിനെ? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ആക്കുമ്പം ചെറിയൊരു മാറ്റം, അത് എവിടെയാണ് അതിൻ്റെ പോയിൻറ്റിൽ, അതിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്ന പോയിൻറ്റിൽ നമ്മൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഡെൽറ്റ RH0 എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, ദിസ് ഈസ് കോൾഡ് വാട്ട്? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റിയാക്ഷൻസ് വെൻ ദ റിയാക്റ്റൻറ്റ് ആൻഡ് പ്രോഡക്റ്റ് ആർ ഇൻ ദെയർ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് and their molar quantity are the same as those shown in the stoichiometric equation. സ്റ്റോയിഷ്യോമെട്രിക് ഇക്വേഷനിൽ കാണുന്ന അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മളതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്മൾ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. അത് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ അതിൻ്റെ റിയാക്റ്റൻറ്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും മോളാർ ക്വാണ്ടിറ്റീസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന വാല്യൂസിനെയാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇതേ എക്സാമ്പിൾ മീതെയിൻ, നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞത് ഹൈഡ്രജൻ ഓക്സിജനാണ്. മീതെയിൻ്റെ കമ്പസ്റ്റൻ, മീതെയിൻ 2 oxygen gas, carbon dioxide plus 2 water. ആ ഒരു കേസിൽ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ 890.35 കിലോ ജൂളാണ്. 890.35 കിലോ ജൂൾസ് ആണ്. ഓക്കെ, ഇനി ഇതേ എക്സാമ്പിൾ നോക്കുക. 2H2 ഗ്യാസ് പ്ലസ് O2 ഗ്യാസ് ഗീവ്സ് 2H2O. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ -571.6 കിലോ ജൂൾ. ഇത് തന്നെ സെയിം എക്സാമ്പിൾ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷനെ പറ്റി പറഞ്ഞത്. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഇൻ ഡിഫറെൻറ്റ് കാറ്റഗറീസ്. ക്ലാസിഫിക്കേഷൻ ഓഫ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻസ് ഇൻ ഡിഫറെൻറ്റ് കാറ്റഗറീസ്. ഫസ്റ്റ് തന്നെ അതിലൊന്നാമത്തെ നമ്മൾ പഠിക്കുന്നത് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് എൻതാൽപ്പി ഓഫ് റിയാക്ഷനാണ്. ഫസ്റ്റത്തെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. എന്താ നമ്മൾ പഠിക്കുന്നത്? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി, അല്ലെങ്കിൽ ഓറല്ല, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ചെറിയ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇത് എൻതാൽപ്പി ചേഞ്ച് അക്കമ്പൈൻഡ് ബൈ ഫോർമേഷൻ ഓഫ് 1 mole ഓഫ് എ കോമ്പൗണ്ട് ഫ്രം ഇറ്റ്സ് എലമെൻറ്റ് അറ്റ് എ സ്പെസിഫിക് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഒരു സ്പെസിഫിക് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ ഒരു കോമ്പൗണ്ട്, ഒരു 1 mole ഓഫ് ദ കോമ്പൗണ്ട് ഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ഫോം ചെയ്യാൻ 1 mole ഓഫ് എ സബ്സ്റ്റൻസ് ഫോം ചെയ്യാനായിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാലോ, ഒരു സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ 1 mole ഓഫ് എ സബ്സ്റ്റൻസ് കോമ്പൗണ്ട് ഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് ചേഞ്ചിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഹൈഡ്രജനും ബ്രോമിനും, ഹൈഡ്രജൻ ഗ്യാസ് പ്ലസ് ബ്രോമിൻ ലിക്വിഡ്, നോർമലി ലിക്വിഡാണ്, ടു ഫോം HBr, 2HBr ലിക്വിഡ്, 2HBr ഗ്യാസ്. ഇത് ഫോം ചെയ്യാം. അപ്പോൾ ഈ ഒരു കേസിൽ ഇതിൻ്റെ ഡെൽറ്റ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് കണ്ടു. ഇതിൻ്റെ ഈ റിയാക്ഷൻ്റെ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -72.8 കിലോ ജൂളാണ്. -72.8 കിലോ ജൂളാണ്. നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഇവിടെ എത്ര HBr ഫോം ചെയ്തത്? 2 moles HBr ഫോം ചെയ്തത്. നമുക്ക് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് അല്ലെങ്കിൽ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്
വൺ മോൾ ഓഫ് ദ പ്രൊഡക്റ്റ് ഫോം ചെയ്യാൻ 1 മോൾസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഫോം ചെയ്യാൻ എത്ര ഹീറ്റ് ചേഞ്ച് വേണം? ഇവിടെ ഈ എക്സാമ്പിൾ 2 മോൾസ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു. 1 മോൾ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയ വാല്യൂ ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 1 മോൾ കിട്ടും. സോ ഇവിടെ ഉള്ളത് -72.8 കിലോ ജൂൾ പെർ മോളായിരുന്നു. അതിൻ്റെ 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസിൻ്റെ എൻതാൽപ്പി ചേഞ്ചാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ആൻസർ ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു -36.4 കിലോ ജൂൾസ് പെർ മോൾ എന്ന് നമുക്ക് ആൻസർ വരും. ഓക്കെ, ഇതാണ് അതിൻ്റെ വരിക. രണ്ടാമത്തെ, വെൻ 1 മോൾ ഓഫ് വാട്ടർ ലിക്വിഡ് formed from its element hydrogen and oxygen, the enthalpy change produced is -285.8 kilojoule. ഏതിന്? വാട്ടർ ഫോം ചെയ്യുന്ന ഹൈഡ്രജനും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്ത ഹൈഡ്രജൻ ഗ്യാസ്, ഓക്സിജൻ ഗ്യാസ് ഗീവ്സ് വാട്ടർ H2O, ലിക്വിഡ് ഫോം ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 1 മോൾ ഓഫ് ദ സബ്സ്റ്റൻസ് ഉണ്ടാക്കാനാണെങ്കിൽ നമ്മൾ ഹാഫ് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ നമ്മൾ എഫ് എന്ന് എഴുതും, ΔHF0 എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു -285.8 കിലോ ജൂൾസ് പെർ മോൾ എന്ന് എഴുതാണ്. ഇവിടെ നോക്കുക, എത്ര ഒരു വാട്ടർ മോളിക്യൂളാണ് ഫോം ചെയ്തത്. അപ്പോൾ ഒരു വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്യാൻ വേണ്ടുന്ന എനർജി, അതുകൊണ്ട് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ -285.8 കിലോ ജൂൾസ് തന്നെയാണ്. ഓക്കെ, അതേപോലെ തന്നെ സി ഗ്രാഫൈറ്റ് അലോട്രോപ്സ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഗ്രാഫൈറ്റ് സോളിഡാണ്. പ്ലസ് O2 ഗ്യാസ് ഗീവ്സ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്, ഇത് കിട്ടുകയാണ്. സോ ഇതിൻ്റെ എൻതാൽപ്പി, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് -393.5 കിലോ ജൂൾസ് പെർ മോൾ എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതും. ഇനി സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഓൾ എലമെൻറ്റ്. ഇപ്പോൾ ഹൈഡ്രജൻ്റെ ഫോർമേഷൻ, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ എലമെൻറ്റ്. ഇപ്പം ഹൈഡ്രജൻ ഇതാവുമോ നിങ്ങൾക്ക്? ഇത് ഹൈഡ്രജനാണേ, ഹൈഡ്രജൻ എലമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് ഓക്സിജൻ എലമെൻറ്റ് 0. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് നിക്കൽ 0. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഫ്ലൂറിൻ 0. അപ്പോൾ ഇൻഡിവിജ്വലായിട്ടൊരു എലമെൻറ്റ് ഫോം ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ചിനെ നമ്മൾ എന്ത് വിളിക്കും? 0 എന്ന് വിളിക്കും. ഏത് ടെമ്പറേച്ചറാണെങ്കിലും 0 ആയിരിക്കും. അപ്പം ഇതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, ഇതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് എലമെൻറ്റ് ഈസ് 0. സ്റ്റാൻഡേർഡ് ആകുമ്പോൾ 0 എടുക്കും, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ΔHF0T എന്ന് എഴുതി കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് എലമെൻറ്റ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഏതെങ്കിലും റിയാക്ഷൻ്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ നമ്മൾ കണ്ടു. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റ് മൈനസ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്, ഇത് എഴുതിയാൽ മതി. ഓക്കെ, ഇതാണ് ഫസ്റ്റത്തെ കാൽക്കുലേഷൻ ചെയ്യാനുള്ളത്, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. മറ്റൊന്നാണ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ആൻഡ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ. എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ. എന്താണ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻതാൽപ്പി ചേഞ്ച് അക്കമ്പൈനിങ് ദ കംപ്ലീറ്റ് കമ്പസ്റ്റൻ ഓഫ് 1 മോൾ ഓഫ് ദ സബ്സ്റ്റൻസ് ഇൻ ആൻ അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ഓക്സിജൻ അറ്റ് എ സ്പെസിഫിക് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അറ്റ് ദെയർ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് വി കോൾഡ് ഇറ്റ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ. അതായത് കമ്പസ്റ്റൻ ചെയ്യാൻ എന്ത് വേണം? ഏതെങ്കിലും ഒരു എലമെൻറ്റിനെ കമ്പസ്റ്റൻ നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് കത്തിക്കണം, അപ്പം കത്തിക്കണം, കമ്പസ്റ്റൻ നടത്തണം. ഓക്സിജൻ്റെ പ്രസൻസിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ എനർജി accompanied by the enthalpy change accompanied by 1 mole of the substance. 1 mole of the substance is required amount of oxygen at that specified temperature. 1 മോൾ സബ്സ്റ്റൻസ് കത്താൻ എത്ര ഓക്സിജൻ, റിക്വയർഡ് എമൗണ്ട് ഓഫ് ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞാൽ 1 മോൾ സബ്സ്റ്റൻസ് കത്താൻ വേണ്ടുന്ന ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആ ഹീറ്റിനെയാണ്, അത് കത്തിക്കാൻ വേണ്ടുന്ന ഹീറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ബ്യൂട്ടൈൻ, നമ്മുടെ LPGയിലൊക്കെ കാണുന്നത് ബ്യൂട്ടൈനാണ്, C4H10. ബ്യൂട്ടൈൻ ഗ്യാസാണ്.
ഇത് കത്തിക്കുകയാണ്, നമ്മൾ ഓക്സിജൻ്റെ പ്രസൻസിൽ കത്തിക്കുകയാണ്. സോ 6/2 ഓക്സിജൻ അതിൻ്റെ പിന്നെ സ്റ്റോഷിയോമെട്രിയിൽ എഴുതുമ്പോൾ 6/2 കിട്ടും. നിങ്ങൾക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഗിവ്സ് 4C4 ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് 5H2O വാട്ടർ ലിക്വിഡ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. ഇതിൻ്റെ എൻതാൽപ്പി, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഇസ് ഈക്വൽ ടു -2658 കിലോ ജൂൾ പെർ മോൾ. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് നാച്ചുറൽ ഗ്യാസിൻ്റെ കമ്പസ്റ്റൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -2658 കിലോ ജൂൾസ് പെർ മോളാണ്. ഇത്രയും എമൗണ്ട് ഓഫ് എനർജിയാണ് എന്ത് ചെയ്യുന്നത്, ഇവൻ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഹീറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് യൂസ്ഫുള്ളായിട്ട് നമുക്ക് ഈ എനർജി കൊണ്ട് നമുക്ക് കുക്ക് ചെയ്യാനും മറ്റു കാര്യത്തിനൊക്കെ നമുക്ക് പറ്റും. സോ ഇതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാം മഞ്ജുഷൻ്റെ ബുക്കിൽ ഒരു പേജ് 158 ഒരു അസൈൻമെൻ്റാണ്. പേജ് 158 പ്രോബ്ലം സോൾവ്ഡ് പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. 23 to 25 പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ അസൈൻമെൻറ്റ് നോട്ടിൽ എഴുതി സബ്മിറ്റ് ചെയ്യണം കേട്ടോ. അടുത്തത് എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷനാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.